1984 ഡിസംബർ 2-ാം തീയതി രാത്രി മധ്യപ്രദേശിലെ ഭോപ്പാൽ നഗരം മറ്റെല്ലാ ദിവസങ്ങളെയും പോലെ ഉറക്കത്തിലേക്ക് മാഞ്ഞു. എന്നാൽ പുലർച്ചെ എത്തുന്നതിനു മുമ്പ് ലോകം കണ്ട ഏറ്റവും വലിയ വ്യവസായ ദുരന്തങ്ങളിലൊന്നായി ഭോപ്പാൽ മാറി. യൂണിയൻ കാർബൈഡ് കീടനാശിനി ഫാക്ടറിയിൽ നിന്ന് മീഥൈൽ ഐസോസയനേറ്റ് എന്ന അത്യന്തം വിഷമുള്ള വാതകം നഗരത്തിലേക്ക് ചോർന്നു. ഉറങ്ങിക്കിടന്ന ആളുകൾ ശ്വാസം മുട്ടി ഉണർന്നു. കണ്ണുകൾ കത്തി, നെഞ്ചുപൊട്ടി. ആളുകൾ തെരുവുകളിലേക്ക് ഓടി. ഒരൊറ്റ രാത്രിയിൽ 3000-ത്തിലധികം പേർ മരിച്ചു. അടുത്ത ദിവസങ്ങളിലും വർഷങ്ങളിലുമായി 20,000-ത്തിലധികം ആളുകൾ ജീവൻ നഷ്ടപ്പെട്ടു. 5 ലക്ഷത്തിലധികം പേർ ഈ വിഷവാതകത്തിനിരയായി. പല കുട്ടികളും ജനന വൈകല്യങ്ങളോടെ ജനിച്ചു. ജീവിച്ചിരുന്നവർ ശ്വാസകോശ രോഗങ്ങൾ, കാഴ്ചക്കുറവ്, മറ്റു ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഇന്നും അനുഭവിക്കുന്നു. അന്വേഷണങ്ങളിൽ ഭീകരമായ സത്യങ്ങൾ പുറത്തുവന്നു. മോശമായ സുരക്ഷാ സംവിധാനങ്ങൾ, അവഗണിക്കപ്പെട്ട മുന്നറിയിപ്പുകൾ, മനുഷ്യജീവിതത്തേക്കാൾ ലാഭത്തിന് നൽകിയ മുൻഗണന. ഈ ദുരന്തം ഒരു അപകടമല്ല, അത് കോർപ്പറേറ്റ് അനാസ്ഥയുടെ ഫലമാണ്. ഇന്നും ഭോപ്പാലിലെ മണ്ണിലും ഭൂഗർഭജലത്തിലും വിഷാംശങ്ങൾ നിലനിൽക്കുന്നു. അനേകം ബാധിതർ ഇന്നും നീതിക്കുവേണ്ടി കാത്തിരിക്കുന്നു. ഭോപ്പാൽ ദുരന്തം ഒരു ചരിത്ര സംഭവമല്ല, അതൊരു മുന്നറിയിപ്പാണ്. ലാഭത്തേക്കാൾ മനുഷ്യജീവിതം മൂല്യമേറിയതാണെന്ന മുന്നറിയിപ്പ്. ഭോപ്പാൽ ദുരന്തം മറക്കരുത്, വീണ്ടും സംഭവിക്കരുത്.